ഹായ് എവ്രി വൺ. ഇപ്രാവശ്യത്തെ +1 പരീക്ഷകൾ സെപ്റ്റംബർ മാസത്തിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷനും ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഫോക്കസ് പോയിന്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പരീക്ഷകൾ നടക്കുക. കഴിഞ്ഞ വർഷം +2 കുട്ടികൾക്കുണ്ടായ അതേ രീതിയിലുള്ള പരീക്ഷ തന്നെയാണ് ഇപ്രാവശ്യം +1ലും ഫോക്കസ് പോയിന്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പരീക്ഷകൾ നടത്തുന്നത്. നമ്മൾ ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫോർ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾക്കുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഏകദേശം ഔട്ട് ഓഫ് 60ൽ 10 സ്കോർ വരെ നമുക്ക് സാധാരണ പരീക്ഷകൾക്ക് വരാറുണ്ട്. അതേപോലെ തന്നെ ഫോക്കസ് പോയിന്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, ചോയ്സും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും സ്വാഭാവികമായിട്ടും കൂടാനാണ് സാധ്യത. അപ്പോൾ നമ്മൾക്ക് ഫോക്കസ് ഏരിയ ഈ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ആണ് ആദ്യത്തെ ടേം. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, നമ്പർ കൺവേർഷൻസ്, ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ദർ ഇസ് നോ ഫ്രാക്ഷണൽ കൺവേർഷൻ, representation of integers and representation of characters. ഇത്രയുമാണ് ഈ പാഠത്തിൽ നിന്നും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഭാഗങ്ങൾ. അതായത് ഇപ്രാവശ്യം വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഇത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഡാറ്റ denotes raw facts and figures such as numbers, words, amount, quantity, etc. that can be processed or manipulated. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രാം, അതായത് ഒരു ക്ലാസ് അധ്യാപകന്റെ ഡയറി ആയിരുന്നു ആ ഡയഗ്രത്തിൽ കാണുന്നത്. ഓക്കെ, ഒരു ക്ലാസ് ഡയറിയാണ്. അതിനകത്ത് അനു, രാജേഷ്, ഫാത്തിമ, അതേപോലെ കുറെ നമ്പേഴ്സ് ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഡാറ്റ ഡിനോട്ട്സ് മേ ബി നമ്പേഴ്സ്, വേർഡ്സ് ഓർ എമൗണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഡാറ്റ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്പേഴ്സ് ആവാം, വേർഡ്സ് ആവാം, സിമ്പിൾസ് ആവാം. ഇങ്ങനെയുള്ള റോ ഫാക്ട്സിനെയാണ് ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ എഴുതിയിരിക്കുന്ന ക്ലാസ് ഡയറിക്കകത്തുള്ള നെയിം നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അനു എന്നതാണ് ആദ്യത്തെ കുട്ടിയുടെ പേര്. ഓക്കെ, അനു. അതേപോലെ തന്നെ രാജേഷ്, ഫാത്തിമ. ഇങ്ങനെ 3 കുട്ടികളുടെ പേര് ആണ് ആ ക്ലാസ് ഡയറിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 15, 17, 18, 16, 19, 14, then 19, 17, 18 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു അധ്യാപകന്റെ ക്ലാസ് ഡയറി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ആയിരിക്കാം എന്ന് നമ്മൾക്ക് തീർച്ചയാണ്. കാരണം അതിനകത്ത് കൊടുത്തിരിക്കുന്ന കുട്ടികളുടെ പേരും അതേപോലെ തന്നെ നമ്പേഴ്സ് എന്തായാലും ആ കുട്ടികൾ പല പരീക്ഷയ്ക്കും അല്ലെങ്കിൽ അസൈൻമെന്റ്, സെമിനാർ, സബ്മിഷൻ ഇങ്ങനെയുള്ളതിനൊക്കെ കൊടുത്ത സ്കോർ ആയിരിക്കാം. ഓക്കെ, ഇവിടെ കൃത്യമായിട്ടൊരു വിവരം നമ്മൾക്ക് ഇതിൽ നിന്നും സ്വാഭാവികമായിട്ടും കിട്ടുന്നില്ല. അതായത് ഇതിനെ നമ്മൾക്ക് മീനിങ് ഫുൾ ഫോർമാറ്റിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് അതിനകത്ത് കുറെ നമ്പേഴ്സും വേർഡ്സും ഇതിൻ്റെ ഒക്കെ ഒരു മിശ്രിതമായിരിക്കാം ഇവിടെ ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പ്രോസസ്ഡ് ഫോർമാറ്റിലല്ല ഡാറ്റ ഉണ്ടാവുക. ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്നാണ്. അതൊരു പറ്റം നമ്പേഴ്സും സിമ്പിൾസും അതേപോലെ ലെറ്റേഴ്സും ഒക്കെ അടങ്ങിയ റോ ഫാക്ട്സിനെയാണ് ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതേ ഡാറ്റയെ നമ്മൾക്ക് മീനിങ് ഫുൾ ആൻഡ് അറേഞ്ച്ഡ് ഫോർമാറ്റിലേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന ഡാറ്റയെ നമ്മൾക്ക് എന്താക്കി മാറ്റാം? ഇൻഫർമേഷൻ ആക്കി മാറ്റാം. എങ്ങനെയാണ് ഇതിനെ ഇൻഫർമേഷൻ ആക്കി മാറ്റുക? നമുക്കറിയാം ഇത് കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ആ അധ്യാപകൻ ഡയറിക്കകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾക്കിത് സ്റ്റുഡൻറ് നെയിം ആയിട്ട് ഒരു കോളം നമുക്ക് അതിനകത്ത് വരക്കാം. ഓക്കെ, സ്റ്റുഡൻറ് നെയിം.
അതേപോലെ തന്നെ ഓരോ സ്കോഴ്സും അതിനകത്ത് സ്കോറുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് CCA, ഓക്കെ, CCE, അതായത് C മാർക്കാണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ അസൈൻമെന്റിന് കിട്ടിയിരിക്കുന്ന മാർക്ക്, അതേപോലെ തന്നെ സെമിനാർ, C മാർക്ക്, അസൈൻമെന്റ്, സെമിനാർ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ഇനി നമ്മൾക്ക് ആദ്യത്തെ കുട്ടിയുടെ പേര് നമുക്കറിയാം, അനു എന്നാണ് ആദ്യത്തെ കുട്ടിയുടെ പേര്. C മാർക്കായിട്ട് 15, അതേപോലെ അസൈൻമെന്റിന് 17, അതേപോലെ സെമിനാറിന് 18 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത കുട്ടിയുടെ പേരാണ് രാജേഷ്. C mark 16, then 19 and 14. Then next student name Fatima, 19, 17, 18. കണ്ടോ, ഇപ്പൊ അത് കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു പറ്റം ഡാറ്റയെ, ഒരു പറ്റം റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ടേബിളിലൂടെ വ്യക്തമാണ് ഇതൊരു സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണെന്ന് നമ്മൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ. That means we are giving some instructions to the computer, that is called data or input. Then computer will process it, then we will get the result. The result is called information. നമ്മൾ എന്താണോ കമ്പ്യൂട്ടറിന് നൽകുന്നത്, ആ നൽകുന്ന ഇൻസ്ട്രക്ഷനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ അത് പ്രോസസ് ചെയ്യുന്നുണ്ട്. പ്രോസസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ പ്രോസസ്സിംഗ് we will get the result, that is called information. ഇതാണ് വളരെ കൃത്യമായിട്ടുള്ള അതിന്റെ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിഫറൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഡാറ്റയിൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. ഇൻഫർമേഷൻ ആണെങ്കിൽ അത് പ്രോസസ്ഡ് ഡാറ്റയാണ്. അതിനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. ഡാറ്റ സിമിലർ ടു റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കൾ ആയിട്ടാണ് നമ്മളിവിടെ ഡാറ്റയെ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻഫർമേഷൻ ആണെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. Okay, data cannot directly used, then information adds to knowledge and helps in taking decision എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ. then data does not give precise and clear sense. ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു മീനിങ് നമ്മൾക്ക് കിട്ടുന്നില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിൽ നിന്നും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻഫർമേഷൻ ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം, ദാറ്റ് ഈസ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ് ഫോക്കസ് പോയിന്റിൽ വരുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത ടേം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ മോഡൽ പ്രൊപ്പോസ്ഡ് ബൈ ജോൺ വോൺ ന്യൂമാൻ. അതായത് ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ആൻഡ് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ്, ഇദ്ദേഹമാണ് കമ്പ്യൂട്ടറിന്റെ ഒരു ബേസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ മോഡേൺ കമ്പ്യൂട്ടറിന്റെ ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്ത ആളാണ് ജോൺ വോൺ ന്യൂമാൻ. ഡയഗ്രത്തിൽ കാണുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് സം ഫങ്ഷണൽ യൂണിറ്റ്സ്, നെയിംലി ഏതൊക്കെയാണ് അതിനകത്ത് വരുന്ന ഫങ്ഷണൽ യൂണിറ്റ്സ്? ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇവിടെ കാണുന്ന ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, വി ആർ ഗിവിംഗ് സം ഡാറ്റ ഓർ ആൻ ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ യൂസിങ് ഇൻപുട്ട് ഡിവൈസ്. അല്ലെ, ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഡാറ്റാസ് നമ്മൾ കമ്പ്യൂട്ടറിന് നൽകും. അതിനെയാണ് നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിന് നൽകുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ദിസ് ഈസ് കോൾഡ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU ആണ്. CPUയുടെ 3 ഭാഗങ്ങളാണ് ALU, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, control unit and registers. These all are the parts of CPU. Okay, then we will get the result, that is called information.
ഇതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് ഇതിൻ്റെ സിസ്റ്റം, ഇതിൻ്റെ വർക്കിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഫങ്ഷണൽ യൂണിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബ്ലോക്ക് ഡയഗ്രാം. ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി സ്റ്റോറേജ് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണ് വരുന്നുള്ളത്. ഓക്കെ, സ്റ്റോറേജ് യൂണിറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ടു: പ്രൈമറി മെമ്മറി, ദെൻ സെക്കൻഡറി മെമ്മറി. അങ്ങനെ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി രണ്ട് തരത്തിലുള്ള മെമ്മറിയാണ് സ്റ്റോറേജ് യൂണിറ്റിനകത്ത് വരുന്നുള്ളത്. അപ്പം അതിനകത്ത് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെയിൻ മെമ്മറി. പ്രൈമറി മെമ്മറിയാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. റാം ആൻഡ് റോം ആണ് മെയിൻ മെമ്മറിക്കകത്ത് വരുന്നത്. റാം ആൻഡ് റോം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ടെമ്പററി ആയിട്ടുള്ള മെമ്മറിയാണ്. അതായത് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്യുക. ഇനി സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതേതൊക്കെയാണ്? സെക്കൻഡറി സ്റ്റോറേജ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ദെൻ CD, ദെൻ DVD, ദെൻ ഫ്ലാഷ് ഡ്രൈവ്സ്. ഇതൊക്കെ എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ആണ്. നമ്മൾക്ക് സ്ഥിരമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡറി സ്റ്റോറേജിലായിരിക്കും. ഇപ്പോൾ സ്റ്റോറേജ് യൂണിറ്റ് രണ്ട് തരത്തിലാണുള്ളത്: പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫോക്കസ് പോയിന്റിൽ വരുന്ന അടുത്ത ഭാഗം. കമ്പ്യൂട്ടർ മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെഷീൻ ആണ്. എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഡിസൈൻഡ് ടു ആക്സെപ്റ്റ് ദ ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാൻ, അതേപോലെ പെർഫോംസ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ ദ ഡാറ്റ. ആ ഡാറ്റയിൽ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അക്കോർഡിംഗ് ടു എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഔട്ട്പുട്ട് ദ റിസൾട്ട് ഓർ ഇൻഫർമേഷൻ. അപ്പോൾ അതാണ് ബേസ് കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്? നമ്പർ 1, സ്പീഡ്. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെക്കൻഡ്. നമുക്കറിയാം വളരെയധികം ഓപ്പറേഷൻസ് വളരെ വേഗത്തിൽ നടത്താൻ പറ്റുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ. ദെൻ ആക്യുറസി. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം അരിത്മെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് എ വെരി ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. അതായത് വളരെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമ്മൾക്ക് കമ്പ്യൂട്ടർ തരുന്നത്. ദെൻ തേർഡ് വൺ, ഡെലിഗൻസ്. സിൻസ് കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ, ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഫോർ ലോങ് ഹവേഴ്സ് അൺട്രയഡിംഗ്ലി. അതായത് നമ്മൾക്ക് വളരെ മണിക്കൂറുകളോളം കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഒരിക്കലും ടയർഡ്നെസ് കമ്പ്യൂട്ടർ കാണിക്കുകയില്ല. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ വേഴ്സറ്റാലിറ്റി, ഫോർത്ത് വൺ, വെർസറ്റാലിറ്റി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോസസ്സിംഗ് ടാസ്ക്. മൾട്ടി ടാസ്കിംഗ് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കൊരു സോങ്സ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സോങ്സ് കേൾക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റേഴ്സ്, ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനും പറ്റും. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ടാസ്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് മൾട്ടി ടാസ്ക് എന്ന് പറയുക. ദെൻ ലാസ്റ്റ് വൺ, ഹ്യൂജ് മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി വളരെയധികം അതിൻ്റെ മെമ്മറിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കോടാനുകോടി ഡാറ്റ നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? Lack of IQ is the first limitation. Many people think that computer has superhuman capability. എല്ലാ ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറിന് സ്വമേധയാ ഇൻ്റലിജൻസ് പവർ ഉണ്ട് എന്നുള്ളതാണ്. But however, this is not true. A computer does not have natural intelligence as humans have. ഇപ്പോൾ ഹ്യൂമൻസിനുള്ളത് പോലെ ഉള്ള ഇൻ്റലിജൻസ് പവർ കമ്പ്യൂട്ടറിനില്ല. ഹ്യൂമൻസ് എന്താണോ നമ്മൾ കൊടുക്കുന്നത്, ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് ആയിരിക്കും കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റിയും കമ്പ്യൂട്ടറിന് ഇല്ല എന്നുള്ളതാണ്. സോ ദീസ് ആൾ ആർ ദ ലിമിറ്റേഷൻസ്. ഇപ്പോൾ രണ്ട് ലിമിറ്റേഷൻസ് ആണ് വരുന്നുള്ളത്. അതേപോലെ അഡ്വാൻറ്റേജും കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്പീഡ്, ആക്യുറസി, ഡെലിഗൻസ്, വെർസറ്റിലിറ്റി, ദെൻ ഹ്യൂജ് മെമ്മറി. ഓക്കെ, ദെൻ നമ്പർ സിസ്റ്റം ആണ് ഇനി അടുത്തതായിട്ട് വരുന്ന
ടേം എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, ഇതിനകത്ത് കുറച്ച് കൺവേർഷൻസ് വരുന്നുണ്ട്, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്പർ സിസ്റ്റം മെയിൻ ആയിട്ട് 4 ടൈപ്പാണ് വരുന്നുള്ളത്. ഫസ്റ്റ് വൺ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിംബൽസ് ആണ് 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിംബലിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 സിംബൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ദെൻ നെക്സ്റ്റ് വൺ ബൈനറി. ബൈനറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്പേഴ്സ് 0 and 1 ആണ്, അതിന്റെ ബേസ് 2 ആണ്. തേർഡ് വൺ ഒക്ടൽ നമ്പർ സിസ്റ്റം. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിംബൽസ് 0, 1, 2, 3, 4, 5, 6, 7. അതിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. ലാസ്റ്റ് വൺ ഹെക്സാഡെസിമൽ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംബൽസ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 A, B, C, D, E, F. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബേസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സിംബൽസിനെയാണ് ബേസ് എന്ന് പറയുക. നമ്പർ ഓഫ് സിംബൽസ്. ഡെസിമൽ ഉപയോഗിച്ചിരിക്കുന്ന സിംബൽസ് 10 എണ്ണാണ്, അതുകൊണ്ടാണ് ബേസ് 10 വരാൻ കാരണം. ബൈനറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 സിംബലാണ്, ഏതൊക്കെയാണ്? 0 and 1. ബൈ എന്ന് വെച്ചാൽ 2 എന്നാണ് അർത്ഥം, ഒക്ട എന്ന് വെച്ചാൽ 8 ആണ്. ഒക്ടൽ ഉപയോഗിച്ചിരിക്കുന്നത് 8 സിംബൽസ് ആണ്, അതിന്റെ ബേസ് 8 ആണ്. ഇനി ഹെക്സാഡെസിമൽ എടുക്കുകയാണെങ്കിൽ 0 to 9 വരെയാണ്. 9 കഴിഞ്ഞാൽ 10 ആണ്. 10നെ സൂചിപ്പിക്കുന്നത് A എന്നാണ്. ഹെക്സാഡെസിമലിൽ 10A ആണ്, 11 B ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹെക്സയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 10, 11, 12, 13, 14, 15. ഇതിൽ 10 എന്ന് പറയുന്നത് A ആണ്, 11 B, then 12 C, 13 D, 14 E and 15 F. ഇത് പ്രത്യേകം ഓർത്ത് വെക്കുക ഹെക്സാഡെസിമലിന്റെ കേസിൽ. ഇനി നമ്മൾക്ക് കൺവേർഷൻസ് നോക്കാം. ഓക്കെ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കൺവേർഷൻസ് എന്ന് പറയുന്നത് ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സ, ഇങ്ങനെ കൺവേർഷൻസ് വരുന്നുണ്ട്. അതേപോലെ നേരെ തിരിച്ചിട്ട് ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ ആൻഡ് ഹെക്സ ടു ഡെസിമൽ. ഇവിടെ നമ്മൾക്ക് ആദ്യത്തെ 3 കൺവേർഷൻസ് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ ആ ഡെസിമൽ നമ്പറിനെ നമ്മൾക്ക് ബൈനറി ആയിട്ടും അതേപോലെ ഒക്ടലായിട്ടും ഹെക്സയായിട്ടും കൺവേർഷൻ നടത്താൻ പറ്റും. ഓക്കെ, ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സ. ആദ്യത്തെ 3 കൺവേർഷൻ ഇതാണ്. ഇനി ഡെസിമൽ നമ്പേഴ്സ് 10 സിംബൽസ് എന്നുള്ളത് നമുക്കറിയാം. 0 to 9 വരെയുള്ള നമ്പേഴ്സിനെയാണ് ഡെസിമൽ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇനി ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ വരുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്പർ എത്രയാണോ ആ നമ്പറിനെ അതിൻ്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്ത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺവേർട്ട് ദ number, convert the number 47. 47 ആണ് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഡെസിമൽ നമ്പർ ആണ്. ഡെസിമലിനെ ബൈനറി ആയിട്ടും ഒക്ടലായിട്ടും ഹെക്സയായിട്ടും കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്പർ 47 ആണ്. 47 എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ ആണ്, അതിനെ ബൈനറിയിലോട്ടും ഒക്ടലിലോട്ടും ഹെക്സയിലോട്ടും കൺവേർട്ട് ചെയ്യണം. ഇനി ബൈനറിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 47 എന്ന് പറയുന്ന നമ്പറിനെ, ബൈനറിയുടെ ബേസ് 2 ആണ്, 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ബൈനറി. ഇനി ഒക്ടൽ ആണെങ്കിൽ 47 എന്ന് പറയുന്ന നമ്പറിനെ അതിൻ്റെ ബേസായ 8 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. ഹെക്സ ആണെങ്കിലോ, നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 47 ആണെങ്കിൽ ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്, 16 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അതായത് ഡെസിമൽ ടു ബൈനറി. ടു ബൈനറി ഇവിടെ ഞാൻ എഴുതാണ്. ടു ബൈനറി
അതേപോലെ തന്നെ ടു ഒക്ടൽ, അതേപോലെ തന്നെ ടു ഹെക്സ. ഇങ്ങനെ 3 കൺവേർഷനും നമ്മൾക്ക് ഈ നമ്പറിനെ 3ലേക്കും കൺവേർട്ട് ചെയ്യാം. ഡെസിമലായ 47നെ ബൈനറിയിലോട്ടും ഒക്ടലിലോട്ടും ഹെക്സാ ഡെസിമലിലോട്ടും കൺവേർട്ട് ചെയ്യാം. ഇനി 47നെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 47 കുറച്ച് ഈ ഭാഗത്തോട്ടായിട്ട് എഴുതാം. 47 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 47ൽ എത്ര 2 ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ 23 ടൈംസ് ആയിരിക്കും വരിക. 23 × 2 46 ആണ്. റിമൈൻഡർ 1. ഇപ്പോൾ ഹൈഫൺ ഇട്ടതിന് ശേഷമാണ് റിമൈൻഡർ എഴുതുക. വീണ്ടും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ 23 എന്ന് പറയുന്ന നമ്പറിൽ 11 ടൈംസ് ആണ്. റിമൈൻഡർ 1, അതായത് 11 × 2 22 ആണ് വരുന്നത്. അഗൈൻ ഡിവൈഡ് ബൈ 2. ഇതിനകത്ത് 5 ടൈംസ് ആണ്. റിമൈൻഡർ 1, അഗൈൻ ഡിവൈഡ് ബൈ 2. 5ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കും. 2 ടൈംസ് ആണ്. റിമൈൻഡർ 1, അഗൈൻ ഡിവൈഡ് ബൈ 2. 2ൽ എത്ര 2 ഉണ്ടെന്നുള്ളതാണ് 1. റിമൈൻഡർ ഇല്ല, 0 ആണ്. റിമൈൻഡർ ഇല്ലെങ്കിൽ 0 ആണ്. ഇനി അതേപോലെ തന്നെ വീണ്ടും അവസാനം വരുന്നത് 1 ആണ്. 2നേക്കാളും ചെറിയ നമ്പർ വരുമ്പോൾ നമ്മൾ അത് തന്നെ ആയിരിക്കും റിമൈൻഡർ ആയിട്ട് എഴുതുക. ഓക്കെ, ഇവിടെ താഴെ നിന്നും മുകളിലേക്കാണ് നമ്മൾ ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 101111 ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്ന ആൻസർ. ബൈനറിയിലോട്ട് മാറ്റിയാൽ 101111. ബൈനറിയുടെ ബേസ് 2 ആണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമ്മൾക്ക് അതേ നമ്പർ ഒക്ടലിലോട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. അതായത് 47 ആണ്. 47 ആ നമ്പറിനെ ഒക്ടലിൻ്റെ ബേസ് 8 ആണ്. ബൈനറിയുടെ ബേസ് 2 ആണ്. ഒക്ടലിൻ്റെത് 8 ആണ്. ഹെക്സയുടെ 16 ആണ്. ഓക്കെ, ഇതിനകത്ത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 47ൽ എത്ര 8 ഉണ്ടെന്ന് നോക്കും. 5 ടൈംസ് ആണ് അല്ലേ. 5 × 8 14 ആണ് നമുക്കറിയാം. റിമൈൻഡർ വരുന്നത് 7. ഈ 5നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ നമ്പർ 5 ചെറുതാണ് 8നേക്കാളും. ആ നമ്പർ തന്നെ ആയിരിക്കും റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ എഴുതുകയാണെങ്കിൽ 57 ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. 57 ആണ് ആൻസർ. ഒക്ടലിൻ്റെ ബേസ് എത്രയാണ്? 8 ആണ്. ഓക്കെ, ഇനി ഇതേ 47നെ നമ്മൾ എന്താണ് ഹെക്സയിലോട്ട് മാറ്റുകയാണെങ്കിൽ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 47ൽ എത്ര 16 ഉണ്ടെന്ന് നോക്കും. അപ്പോൾ അതിനകത്ത് 2 ടൈംസേ പോവുള്ളൂ അല്ലേ. 16 × 2 32 ആണ്. ഓക്കെ, അപ്പോൾ 47ന് 32 മൈനസ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നത് 15 ആണ് നമ്മൾക്ക് കിട്ടുക. 15. ഇനി വീണ്ടും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 15. ഇനി ഹെക്സയിൽ 15 എന്ന് പറയുന്നത് എഫ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹെക്സയിൽ 15 ഒരിക്കലും ഉപയോഗിക്കില്ല, എഫ് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ആൻസർ 2F എന്നാണ് നമ്മൾക്ക് കിട്ടിയ ആൻസർ. 2F. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡെസിമൽ ടു ബൈനറി കഴിഞ്ഞു, ഡെസിമൽ ടു ഒക്ടലായി, അതേപോലെ ഡെസിമൽ ടു ഹെക്സയായി. 3 കൺവേർഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ടുള്ള കൺവേർഷൻ നമുക്ക് നോക്കാം. ബൈനറിയിൽ നിന്നും ഡെസിമലിലോട്ടും, അതേപോലെ ഒക്ടലിൽ നിന്നും ഡെസിമൽ, ദെൻ ഹെക്സ ടു ഡെസിമൽ. ഈ 3 കൺവേർഷനും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ നോക്കാം. ആദ്യം തന്നെ ബൈനറി ടു ഡെസിമൽ, അത് കഴിഞ്ഞിട്ട് ഒക്ടൽ ടു ഡെസിമൽ, അത് കഴിഞ്ഞാൽ ഹെക്സ ടു ഡെസിമൽ. ഈ 3 കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ബൈനറി ടു ഡെസിമൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഡിവൈഡ് ആണ് ചെയ്തത്. ഇവിടെ ഡിവൈഡ് അല്ല, ഇവിടെ നമ്പർ നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചു തരാം. കൺവേർട്ട് 11011. ഓക്കെ, ബൈനറി ആണ് നമ്പർ, അതിന് ഡെസിമലിലോട്ട് മാറ്റണം. ഇവിടെ ചെയ്യുന്നത് നമ്മൾ
ഇതിന്റെ ബേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മളൊക്കെ തന്നിരിക്കുന്ന നമ്പറിനെ ഇതേപോലെ തന്നെ എഴുതുക. 1 1 0 1 1 ആണ് നമ്പർ. ഓക്കെ, ഇനി ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്പർ ഉണ്ടാവുക. ഇതിന്റെ ബേസ് ഇതേപോലെ നമ്മൾ ബോക്സ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി ഏറ്റവും അവസാനത്തെ നമ്പർ എന്നായിരിക്കും നമ്മൾ പവർ എഴുതാൻ വേണ്ടി തുടങ്ങുക. അതായത് ബൈനറിയുടെ ബേസ് 2 ആണ്. അപ്പോൾ ആദ്യത്തെ 2⁻0 എന്നായിരിക്കും വരിക. 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4 ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് 1 × 2⁻4 പ്ലസ് 1 × 2⁻3 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻1 പ്ലസ് 1 × 2⁻0. ഓക്കെ, ഇവിടെ 2⁻0 എന്ന് വെച്ചാൽ എന്താണ് 2⁻0? 2 × 2 × 2 × 2, അതായത് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് നമ്മൾക്ക് 2⁻4 എന്ന് പറയുന്നത് 16 ആയിരിക്കും കിട്ടുക. 16 പ്ലസ് 8, 2⁻3 എന്ന് പറയുന്നത് 8 ആണ്. പ്ലസ് 0നെ കൊണ്ട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണ്. പ്ലസ് 2⁻1 എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകം ബോക്സിൽ ഞാൻ എഴുതുകയാണ്. 2⁻1 = 2 ആണ്. അതേപോലെ 2⁻0 = 1 ആണ്. ഇനി ഏത് നമ്പർ ആയിക്കോട്ടെ, 8⁻0 വന്നാലും 1 തന്നെയാണ്. 16⁻0 വന്നാലും 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1 × 2⁻1 എന്ന് പറയുന്നത് 2⁻1 2 ആണ്. 1 × 2 2 പ്ലസ് 1 × 2⁻0, അതായത് 1 × 1 ദാറ്റ് ഈസ് 1. ഇനി ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു നമ്പർ കിട്ടും. അതായത് 10 + 26 + 1 27 ആയിരിക്കും കിട്ടിയ ആൻസർ. ഓക്കെ, 27 ആണ് നമ്മൾക്ക് അവിടെ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്, 27. ഇനി ഒക്ടൽ ടു ഡെസിമൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കൺവേർട്ട് 157 എന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ ആണ്. ഇത് നേരത്തെ എഴുതിയതുപോലെ തന്നെയാണ്. നമ്പർ നമ്മൾ ഇതേപോലെ എഴുതിയെടുക്കുക 157. ഇനി അതിൻ്റെ മുകളിൽ ബേസ് എഴുതുക. ഓക്കെ, ഒക്ടലിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8⁻0 വെച്ചിട്ടാണ് തുടങ്ങുക. നേരത്തെ 2⁻0 ആണ്, ബൈനറി ആയതുകൊണ്ടാണ്. ഇവിടെ ഒക്ടൽ ആയതുകൊണ്ട് 8 ആണ്. 8⁻0, 8⁻1, 8⁻2. ഓക്കെ, അപ്പോൾ 1 × 8⁻2 അങ്ങനെ ആയിരിക്കും വരിക. 1 × 8⁻2, 1 × 8⁻2 പ്ലസ് 5 × 8⁻1 പ്ലസ് 7 × 8⁻0 = 64 ആണ് 8⁻2 എന്ന് പറയുന്നത്. അല്ലെ, 8⁻2 എന്ന് വെച്ചാൽ 8 × 8 ആണ്. ദാറ്റ് ഈസ് 64. 64 പ്ലസ് 8⁻1 എന്ന് പറയുന്നത് 8 തന്നെയാണ്. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു പവർ അതിന്റെ മുകളിൽ 1 വന്നാൽ ആ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുക. 8⁻1 എന്ന് പറയുന്നത് 8 തന്നെയാണ്. അപ്പോൾ 5 × 8 40 ആണ് കിട്ടുക. 40 പ്ലസ് 7 × 8⁻0 is 1. So 7 × 1 = 1. ഇനി എല്ലാം കൂടി ആഡ് ചെയ്താൽ 111 ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്ന നമ്പർ. 111 is the answer. ഇനി അടുത്തത് ഹെക്സാഡെസിമൽ ചെയ്ത് നോക്കാം. ഹെക്സാഡെസിമൽ വരുമ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കൺവേർട്ട് എ ബി ആണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എ ബി. ഇനി ഇത് ചെയ്യുമ്പോൾ എ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. 10 ആണ് എ എന്ന് പറയുന്നത്. 10, ബി എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ബോക്സ് ആക്കി മാറ്റുകയാണെങ്കിൽ 11ന്റെ തൊട്ട് മുകളിലായിട്ട് എക്സയുടെ ബേസ് 16 ആണ്. 16⁻0, 16⁻1 ആയിരിക്കും വരിക. ഓക്കെ, ഈക്വൽ ടു 10 × 16⁻1 പ്ലസ് 11 × 16⁻0. ഓക്കെ, 16⁻1 16 തന്നെയാണ്. അപ്പോൾ 10 × 16 160 ആണ്. 160 പ്ലസ്
11 into 16 raised to 0 1 ആണ്. 11 into 1 11 equal to 171 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 171. ഇതുപോലെ ബാക്കിയുള്ള കൺവേർഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ 6 കൺവേർഷൻസ് നമ്മൾക്ക് ഇപ്പോൾ ഇതിനകത്ത് വളരെ എളുപ്പം ചെയ്തു കാണിച്ചു തന്നു. ഇത് 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ഫോക്കസ് പോയിന്റ് ആയിട്ട് വരുന്നത് റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിജേഴ്സിൽ 3 തരത്തിലുള്ള മെത്തേഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, അതേപോലെ വൺസ് കോംപ്ലിമെന്റ്, അതേപോലെ ടൂസ് കോംപ്ലിമെന്റ്. ഇത് നമ്മൾക്ക് ഇതിനകത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നോക്കാം. 3 ബോക്സ് ആക്കിയിട്ട് ഇത് ചെയ്ത് നോക്കാം. ആദ്യം സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നോക്കാം. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, അത് കഴിഞ്ഞിട്ട് വൺസ് കോംപ്ലിമെന്റ്, അത് കഴിഞ്ഞിട്ട് ടൂസ് കോംപ്ലിമെന്റ്. ഓക്കെ, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിന്റെ റൂൾസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഫസ്റ്റ് ബിറ്റ് ഫ്രം ലെഫ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെന്റിങ് സൈൻ. അതായത് ലെഫ്റ്റ് സൈഡുള്ള ആദ്യത്തെ ബിറ്റ് ആണ് സൈന്, ബാക്കി വരുന്ന 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഫോർ നെഗറ്റീവ് ഇൻഡിജേഴ്സ് സൈൻ ബിറ്റ് ഈസ് 1. നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 1 ആയിരിക്കും. പോസിറ്റീവ് ഇൻഡിജർ ആണെങ്കിൽ സൈൻ ബിറ്റ് 0 ആയിരിക്കും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റഡ് ആസ് 7 ബിറ്റ് ബൈനറി. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് 25 ആണ്. നെഗറ്റീവ് 25നെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആയിട്ടും വൺസ് കോംപ്ലിമെന്റ് ആയിട്ടും അതേപോലെ ടൂസ് കോംപ്ലിമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. 25 ആണ് നമ്പർ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കേസ് ആണെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന സൈൻ ഏതാണെന്ന് നോക്കും. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇതിന്റെ റൂൾസ് പ്രകാരം നമ്പർ ഈസ് നെഗറ്റീവ്, നമ്പർ ഈസ് നെഗറ്റീവ് ആണ്. സോ ഫസ്റ്റ് ബിറ്റ് ഈസ് 1. നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് 1 ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സൈൻ ബിറ്റ് ഈസ് 1 ഫോർ നെഗറ്റീവ് ആൻഡ് ഫോർ പോസിറ്റീവ് ഇൻഡിജർ സൈൻ ബിറ്റ് ഈസ് 0. പോസിറ്റീവ് ആണെങ്കിൽ 0 ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ 1 ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് സൈൻ ബിറ്റ് കിട്ടി. ഇനി ബാക്കി വരുന്നത് നമ്മൾക്ക് 7 ബിറ്റ് കാണുന്നുണ്ടെങ്കിൽ ഈ 25നെ ബൈനറിയിലോട്ട് മാറ്റുക. 25 divided by 2, അതായത് 12 ടൈംസ് ആണ്. റിമൈൻഡർ 1 again divided by 2, 6 ടൈംസ് ആണ്. റിമൈൻഡർ 1 again divided by 2, 3 ടൈംസ്. റിമൈൻഡർ സോറി, ഇവിടെ 12നകത്ത് റിമൈൻഡർ 0 ആണ്. ഓക്കെ, there is no റിമൈൻഡർ. 6 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 ടൈംസ് വന്നു. ഇനി വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. റിമൈൻഡർ 1 ആണ്. അതേപോലെ ബാക്കി വരുന്നത് 1 ആണ്. ഡിവൈഡ് ബൈ 2 1 തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പോൾ 1 1 0 0 1 ആണ് നമ്മൾക്ക് കിട്ടിയത്. ഓക്കെ, 1 1 0 0 1 എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിൽ 5 ബിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് 7 ബിറ്റ് ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് 7 ബിറ്റ് ഈക്വൽ ടു ഫ്രണ്ടിൽ 2 0 ചേർത്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയത് 1 1 0 0 1 എന്നാണ്. അതിന്റെ ഫ്രണ്ടിൽ 2 0 ചേർത്തു. ഓക്കെ, 2 0 ചേർത്ത് കൊടുത്തു. അപ്പോൾ 0 0 1 1 0 1 എന്നാണ് കിട്ടിയത്. സോ -25 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു നമ്മൾക്ക് നേരത്തെ കിട്ടിയ സൈൻ എന്ന് പറയുന്നത് എന്താണ് 1 ആണ് ഇവിടെ സൈൻ ബിറ്റ് ആയിട്ട് വരുന്നുള്ളത്, നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ അതാണ് ആദ്യം എഴുതേണ്ടത്. 1 then 0 0 1 1 0 0 1. ഇതാണ് ആൻസർ. ഇതിനകത്ത് ആദ്യത്തെ ബിറ്റാണ് സൈന്, ബാക്കിയെല്ലാം മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വൺസ് കോംപ്ലിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന്റെ റൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ആദ്യം ബൈനറിയിലേക്ക് മാറ്റണം. 8 ബിറ്റ് ആണ് മൊത്തം.
റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൺസ് കോംപ്ലിമെന്റ് കാണണം. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ 8 ബിറ്റ് മാത്രം കണ്ടാൽ മതി. ഇനി വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? റീപ്ലേസ് ചെയ്യുന്നതാണ്. അതായത് 0 ഉള്ളതൊക്കെ 1 ആവും, 1 ഉള്ളതൊക്കെ 0 ആവും. എക്സാമ്പിൾ 101 ആണെങ്കിൽ നമ്പർ 1 ബൈനറി നമ്പർ 101 ആണെങ്കിൽ അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 010 ആയിരിക്കും. ഇതേ നമ്പർ തന്നെയാണ് 25 ആണ്. അപ്പൊ നമ്മൾക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ ഞാനിവിടെ എഴുതുകയാണ്. 8 ബിറ്റിലോട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, 8 ബിറ്റ്. അപ്പോൾ നേരത്തെ കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയത് 11001 എന്നാണ്. അതിന്റെ മുമ്പിൽ 3 0 ചേർത്തിട്ട് 8 ബിറ്റ് ആക്കി മാറ്റി. ഓക്കെ, ഇതിനകത്ത് 8 ബിറ്റ് വന്നിട്ടുണ്ട്. ഇനി വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വൺസ് ഈക്വൽ ടു 0 ഉള്ളതൊക്കെ 1 ആവും, 1 ഉള്ളതൊക്കെ 0 ആവും. അങ്ങനെയാണെങ്കിൽ 11100 എന്നായിരിക്കും നമ്മൾക്ക് കിട്ടുക. ഇതാണ് ഇതിന്റെ ആൻസർ. വളരെ എളുപ്പമാണ്. ഇനി 2's കോംപ്ലിമെന്റ് ആണെങ്കിലും അതേപോലെ തന്നെയാണ്. നെഗറ്റീവ് ആണ് നമ്പർ എങ്കിൽ നമ്മൾ 2's കോംപ്ലിമെന്റ് കാണണം. പോസിറ്റീവ് ആണെങ്കിൽ 8 ബിറ്റ് മാത്രം കണ്ടാൽ മതി. ഇപ്പൊ 2's കോംപ്ലിമെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ 2's ഈക്വൽ ടു 1's കോംപ്ലിമെന്റ് പ്ലസ് 1 ആണ് അവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അതേ നമ്പർ എടുക്കുകയാണ്, 25 ആണ്. 8 ബിറ്റ് എഴുതാം. 8 ബിറ്റ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്, 000110001. ഓക്കെ, വൺസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 111000110 ആണ്. ഇനി 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് 1 ആഡ് ചെയ്യുന്നതാണ്. പ്ലസ് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2's കോംപ്ലിമെന്റ് കിട്ടും. 0 + 1 എന്ന് പറയുന്നത് 1 ആണ്. ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ അതേപോലെ തന്നെ എടുത്ത് എഴുതി. അതായത് 111000111 ആണ് ആൻസർ. ഓക്കെ, ഇതുപോലെ നമ്മൾക്ക് തന്ന നമ്പേഴ്സിനെ എന്താണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിലേക്കും അതേപോലെ വൺസ് കോംപ്ലിമെന്റ് ആയിട്ടും 2's കോംപ്ലിമെന്റ് ആയിട്ടും ഒക്കെ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണിത്. 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത്, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഫോക്കസ് പോയിന്റിൽ വരുന്നത്. ഇതാണ് ഏറ്റവും അവസാനത്തെ ഈ ചാപ്റ്ററിലുള്ള അവസാനത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, അതിൽ രണ്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ആസ്കി ആണ്. ആസ്കി എന്ന് വെച്ചാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ്. ഇതൊരു ക്യാരക്ടർ റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെമ്മറി എന്ന് പറയുന്നത് 8 ബിറ്റ് മെമ്മറിയാണ്. ഓക്കെ, ഇനി യുണീക്ക് കോഡ് ആണെങ്കിൽ നമ്മൾക്ക് ആസ്കിയിൽ ഇപ്പോൾ 7 ബിറ്റോ 8 ബിറ്റോ ആയിരിക്കാം. ആസ്കിയിൽ 8 ബിറ്റ് ആണെങ്കിൽ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 8 ബിറ്റ് 2⁸8 ആയിരിക്കും അല്ലെ. 2⁸8 ഈക്വൽ ടു 256 ക്യാരക്ടേഴ്സ് മാത്രമേ എന്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ? ആസ്കിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. അതൊരു പോരായ്മയാണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതിനെ മറികടക്കാനാണ് യുണീക്ക് കോഡ് ഡെവലപ്പ് ചെയ്തത്. യുണീക്ക് കോഡിൽ 16 ക്യാരക്ടേഴ്സ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂണിക് കോഡിൽ ലോകത്തുള്ള എല്ലാ ലാംഗ്വേജും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂണിക് കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 2⁻16 എന്ന് പറയുന്നത് 65,350 സംതിങ് ആണ് വരിക. ഓക്കെ, ഇതാണ് നമ്മൾക്ക് കിട്ടുന്നത് യൂണിക് കോഡിനകത്ത്. അതായത് ലോകത്തുള്ള എല്ലാ ലാംഗ്വേജും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് യൂണിക് കോഡാണ്. ആസ്കിയും യൂണിക് കോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ്. ഇത്രയാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് വരുന്നത്. ഏകദേശം ഒരു 10-20 മാർക്കിന്റെ അടുത്ത് നമുക്ക് ഇതിൽ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാം. അപ്പോൾ ഓരോന്ന് കാര്യങ്ങളും പറഞ്ഞ ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക. ഏതെങ്കിലും പോർഷൻസ് ക്ലിയർ ചെയ്യാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.